നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന ആശയക്കുഴപ്പത്തിൽ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. വഖഫ് നിയമ ഭേദഗതി മുനമ്പം വിഷയങ്ങൾ ചർച്ചയാക്കി തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമായിരുന്നു നേരത്തെ ബി.ജെ.പിക്കുണ്ടായിരുന്നത്. എന്നാൽ അതെല്ലാം പാളിപ്പോവുകയും സമരസമിതിയും വിവിധ സഭാ നേതൃത്വങ്ങളും എതിരാവുകയും ചെയ്ത സാഹചര്യത്തിൽ നിലമ്പൂരിൽ വിഷയം ഏശില്ലെന്ന് പാർട്ടിക്കറിയാം. സ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പ് വലിയ തിരിച്ചടിയായി മാറുമെന്ന ആശങ്കയിലാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഉപതെരഞ്ഞെടുപ്പ് നിലവിലെ സാഹചര്യത്തിൽ തീരെ പ്രസക്തമല്ലെന്നും അതുകൊണ്ട് തന്നെ അതിനായി പണവും സമയവും ചെലവിടുന്നതിൽ കാര്യമില്ലെന്നുമുള്ള നിലപാടിലാണ് പാർട്ടിയിലെ ഒരു വിഭാഗം. പാർട്ടിയിൽ ഉയർന്നു വന്ന ഈ നിലപാടിന്റെ മറപിടിച്ച് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ ഒളിച്ചോടാനാണ് ബി.ജെ.പി. നേതൃത്വം നീക്കം നടത്തുന്നതെന്ന പരാതി അണികൾക്കിടയിൽ സജീവമാണ്. തിരഞ്ഞെടുപ്പിൽ എത്ര വലിയ സ്ഥാനാർത്ഥിയെ നിർത്തിയാലും ദയനീയമായ അവസ്ഥയാകും ഉണ്ടാവുകയെന്നത് രാജീവ് ചന്ദ്രശേഖറിന് അറിയാം. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി ആകെ നേടിയത് 8595 വോട്ടുകൾ മാത്രമാണ്. ഇതിനു മുമ്പ് സഖ്യകക്ഷിയായ BDJS മത്സരിച്ചപ്പോൾ ഇതിലേറെ വോട്ട് ലഭിച്ചിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞതിലും വോട്ട് കുറയാനാണ് സാധ്യതയെന്നാണ് ബി.ജെ.പി. വിലയിരുത്തൽ. ഇക്കാര്യം വ്യക്തമായി അറിഞ്ഞുകൊണ്ട് ആത്മഹത്യാപരമായ തീരുമാനത്തിലേക്ക് പോവേണ്ടതില്ലെന്നാണ് ആലോചന. രാജീവ് ചന്ദ്രശേഖറിന്റെ ആദ്യ ദൗത്യമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറേണ്ടതില്ലെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. നിലമ്പൂരിൽ വലിയ തിരിച്ചടി ഉണ്ടാവുമെന്ന് ഉറപ്പാണെന്നും അത് പ്രവർത്തകരുടെ ആത്മവിശ്വാസം തകർക്കുമെന്നും പാർട്ടിക്ക് തിരിച്ചടിയായി മാറുമെന്നുമാണ് ഇവർ വ്യക്തമാക്കുന്നത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ബി.ജെ.പി. നേതൃത്വം പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകുന്നത്. ഇതേസമയം മാസ് ഡയലോഗ് അടിച്ച് കളം നിറയാനുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ ശ്രമത്തെ കെ സുരേന്ദ്രൻ വിഭാഗം ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ പരിഹസിക്കുകയാണ്. എനിക്ക് മുണ്ടുടുക്കാനും അറിയാം, വേണമെങ്കിൽ മുണ്ട് കുത്തിവെക്കാനും അറിയാം, മലയാളം സംസാരിക്കാനും അറിയാം, മലയാളത്തിൽ തെറി പറയാനും അറിയാമെന്ന ലൂസിഫർ സിനിമയിലെ ഡയലോഗ് പറഞ്ഞ് വി.ഡി. സതീശനെ നേരിടാൻ നടത്തിയ ശ്രമവും പാർട്ടി ഗ്രൂപ്പുകളിൽ പരിഹാസ്യമായിട്ടുണ്ട്. എമ്പുരാൻ സിനിമയ്ക്കെതിരെ വലിയ തോതിൽ എതിർപ്പ് രേഖപ്പെടുത്തിയ രാജീവ് എമ്പുരാന്റെ ആദ്യ ഭാഗമായ ലൂസിഫറിലെ ഡയലോഗ് പറഞ്ഞ് മാസ് ഹീറോയാകാൻ നോക്കുന്നത് പരിഹാസമാണെന്ന തരത്തിലാണ് ഒരു വിഭാഗം പ്രതികരിക്കുന്നത്. പരാജയഭീതിയിൽ മത്സരരംഗത്ത് നിന്ന് തന്നെ വിട്ടുനിൽക്കാൻ ശ്രമിക്കുന്ന നേതാവാണ് സിനിമാ ഡയലോഗുമായി മാസ് ഹീറോയാകാൻ ശ്രമിക്കുന്നതെന്നും ഇവർ പരിഹസിക്കുന്നുണ്ട്. എത്ര വലിയ തിരിച്ചടി നേരിട്ടാലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നും ഇല്ലെങ്കിലാണ് തിരിച്ചടി ഉണ്ടാവുകയെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. നിലമ്പൂരിൽ പ്രവർത്തകർ പക്ഷേ മത്സരത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. എന്നാൽ വിഷയത്തിൽ നേതൃത്വത്തിന്റെ കൃത്യമായ നിലപാടില്ലായ്മ ഇവർക്കിടയിൽ നിരാശ പരത്തിയിട്ടുമുണ്ട്.